പൂപ്പറമ്പ് അറിയിക്കുന്ന ഒരു വാർത്ത. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിനെയും മകനെയും വിഷമകത്തു ചെന്ന നിലയിൽ കണ്ടെത്തി. DCC ട്രഷറർ NM വിജയനെയും ഇളയ മകനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇരുവരുടെയും ആരോഗ്യനില അതീവ ഗുരുതരം എന്നാണ് വിവരം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ബത്തേരിയിലെ വീടിനകത്ത് ഇരുവരെയും വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ NM വിജയന് 2 മക്കളാണുള്ളത്. അതിൽ ഇളയ മകനെ ആണ് വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ, ഇളയ മകനെയും അതോടൊപ്പം തന്നെ NM വിജയനെയുമാണ് വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആദ്യം ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നില അല്പം ഗുരുതരമായതിനാൽ തന്നെ അവിടേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. നിരവധി തവണ സുൽത്താൻ ബത്തേരിയിലെ ഭരണസമിതിയിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിട്ടുള്ള ആളാണ് NM വിജയൻ. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഇത് ഒരു ആത്മഹത്യാ ശ്രമം ഉൾപ്പെടെ അത്തരത്തിലുള്ള ആത്മഹത്യാ ശ്രമം എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസും ഇതിനെ കാണുന്നത്. എന്തായാലും ഇതിൽ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ കാരണം അതാണ് എന്നുള്ള തരത്തിലാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.